ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ബെല്ലൈക്കൺ ബട്ടൺ പ്ലീസ്. പിന്നെ ഇന്നലെ 24 ചാനലിൽ രാഹുൽ ഈശ്വർ ഒരു വശത്ത്, ഫെമിനിസ്റ്റുകൾ ഒരു വശത്ത്, രണ്ടു പേരും കൂടി അടിപിടിയാണ് അവിടെ. പക്ഷേ രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫെമിനിസ്റ്റുകളോട് എത്ര നിങ്ങൾ വാഗ്വാദം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അവർ ഒരു സൈഡ് ബ്ലാങ്കാണ്, ഒരു സൈഡ് ഡാർക്കാണ്. അവരെപ്പോഴും ഇതിനെ കടിച്ചു തൂങ്ങിയിട്ടേ നിൽക്കുള്ളൂ. അതുകൊണ്ട് നമ്മളതിൻ്റെ ബാക്കിൽ പോകാത്തതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം എവിടെ നോക്കിയാലും അറിയാമല്ലോ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായി കഴിഞ്ഞാലും, നമ്മൾ പൊതുസ്ഥലത്തായി കഴിഞ്ഞാലും, എവിടെ ആയിക്കഴിഞ്ഞാലും നമ്മൾ സ്പേസ് സ്ത്രീകളെടുത്തിരിക്കുകയാണ്. പണ്ട് കാലത്ത് നമ്മളായിരുന്നു ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്നത് ആണുങ്ങളാണ്. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് അവിടെ ഇടപെടുന്ന ആണുങ്ങളാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിലൊരു പ്രോഗ്രാം വരട്ടെ, അവിടെ ഇടപെടുന്ന ആണുങ്ങളാണ്. പിന്നെന്ന് വെച്ചാൽ വീട്ടുകാര്യങ്ങൾ ഇടപെടുന്ന ആണുങ്ങളാണ്. ഇപ്പം അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇപ്പോൾ നമ്മളെ സ്പേസിൽ നിന്നിട്ട് ഇപ്പം എല്ലാം പെണ്ണുങ്ങളാണ് ഇടപെടുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ അവർ സ്വന്തമായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല വൃത്തികേടിൻ്റെ അങ്ങേ അറ്റെന്ന് പറയാം സോഷ്യൽ മീഡിയ. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു നാണോ ഒരു മര്യാദ ഒന്നുമില്ല. ഞാൻ പെണ്ണുങ്ങൾ അടച്ചു പറയല്ല, അത് പെണ്ണുങ്ങളായി കഴിഞ്ഞാലും ഇപ്പം എന്നെ കേൾക്കുന്ന പെണ്ണുങ്ങളായി കഴിഞ്ഞാലും അവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അവരും ചിന്തിക്കും ഇതൊക്കെ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നുമല്ല. എല്ലാം അവരായിപ്പോൾ നമുക്കൊന്നുമില്ല. ഇപ്പം അവർക്ക് കല്യാണം വേണ്ട, ഇത് വീട്ടുകാർ വേണ്ട, ഒന്നും വേണ്ട. അവരവരുടേതായ പ്രൈവസിക്ക് വിട്ടുകൂടാ. അവരിങ്ങനെ തെണ്ടി തിരിയുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെപ്പോഴാണ് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഒരു ടൈം വരും. ഇതൊരു ടൈം പീരീഡാണ്. ഇതിനൊക്കെ ഒരു എൻഡിങ് ഉണ്ട്. ഏതെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ കത്തിജ്വലിക്കുന്ന സമയമുണ്ടല്ലോ, ഈ 20 വയസ്സ് 30 വയസ്സ് 40 വയസ്സ് വരെ, ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അന്നേരം മനസ്സിലാവും നമ്മളോട് കൂടെ ആരും ഇല്ല. ഇപ്പം എല്ലാവരും ഉണ്ടാവും, അത് കഴിഞ്ഞു. ഓക്കെ.